നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. രാവിലെ എണീറ്റ് ആദ്യം തന്നെ എൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത്. പിന്നെ ഇന്ന് രാവിലേക്ക് വേണ്ടിയിട്ട് റാഗി കൊണ്ടുള്ള ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മാവ് ഒരു 3/4 മണിക്കൂർ മുമ്പ് തന്നെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറും വയറ്റിൽ ഒരു ജീരക വെള്ളം കുടിക്കുകയാണ്. വിഷു കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് നോക്കിയപ്പം നല്ല രീതിക്ക് വണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. 7 കിലോ അടുത്ത് പെട്ടെന്ന് ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ചെറിയൊരു ശ്രമത്തിലാണ്. എത്രത്തോളം കുറയുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്നാലും പരമാവധി നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് നോക്കാൻ എന്നുള്ള രീതിയിൽ ഭക്ഷണം കുറച്ചിട്ട് വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പ്ലാനിലാണ് ആദ്യം. അപ്പോൾ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കണം നല്ലതെന്ന് കണ്ടു. പിന്നെ എനിക്ക് അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറുനാരങ്ങയൊന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റില്ല. മുന്നേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല പണി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കഴിക്കില്ല. ജീരകവെള്ളം കുഴപ്പമില്ല. അപ്പം അത് തിളപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞ് വേഗം ഇന്ന് വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റൂവിന് വേണ്ടി ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഉണ്ടാക്കാറുമില്ല, എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ജീരകവെള്ളം കുടിക്കാൻ പാകത്തിലുള്ള ചൂടായപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തു. ഞാൻ ആ ജീരകമൊന്നും തിന്നില്ല കേട്ടോ. എനിക്ക് ജീരകത്തിൻ്റെ മണം അത്ര ഇഷ്ടമല്ല. കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. വെള്ളത്തിന് അങ്ങനെ ആ സ്മെല്ല് അധികം എടുക്കാറില്ല. ഈ ജീരകവെള്ളം കുടിച്ചതിൻ്റെ എഫക്റ്റ് ആണോ എന്തെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇത്തിരി വൈകിട്ടാണ് ഞാൻ കഴിക്കുക. നമ്മൾ പരമാവധി രാത്രി കഴിച്ചിട്ട് രാത്രിയത്തെയും രാവിലത്തെയും ഭക്ഷണം കുറച്ചധികം വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ചായ ഞാൻ കഴിക്കാറില്ല, ഉണ്ടാക്കി വെച്ചാലും. അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കയ്യും കാലൊക്കെ ഇങ്ങനെ കിടന്ന് വിറച്ചു തുടങ്ങും. മുന്നേ മരുന്നിൻ്റെ ആയിരുന്നു. പിന്നെ മരുന്നിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. മരുന്നിപ്പോൾ നിർത്തി. ശ്വാസം മുട്ടലിൻ്റെ ആ ഒരു സമയത്ത് ഡോക്ടർ കുറച്ച് ദിവസത്തേക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് നിർത്തി കേട്ടോ. പക്ഷേ രാവിലെ ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ കൈയും കാലും കിടന്ന് വിറച്ചു തുടങ്ങും. അപ്പോൾ വെറുതെ ഇരിക്കണോണ്ട് വിരലിൽ നഖത്തിന് മുകളിൽ മൈലാഞ്ചി ഇട്ടു കേട്ടോ. ഇത് ഇനി കുറച്ചും കൂടെ ഇരിക്കുന്നുള്ളൂ ബാക്കി. ഇതിനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എന്തായാലും കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് 6-7 മാസം കഴിഞ്ഞു. ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാൻ വിരലിൻ്റെ നഖത്തിൻ്റെ മുകളിൽ, അതും ലെഫ്റ്റ് സൈഡിലെ നഖത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് മതി. അപ്പം ഒരു വട്ടം കൂടി ഇടാനുള്ളത് ബാക്കി ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ലിക്വിഡ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കും. ഈ മൈലാഞ്ചി ഇടുന്നതിൻ്റെ എന്താ കാര്യം എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് നഖം കുറച്ച് കളറായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമാണ്. ഈ റെഡും ബ്രൗണും തന്നെ വേണമെന്നില്ല, എല്ലാ കളറും ഇഷ്ടമാണ്. പക്ഷേ നെയിൽ പോളിഷ് ഇടുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പകുതി ഇളകി പോന്നിട്ടുണ്ടാവും. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് നെയിൽ പോളിഷ് ഇളക്കിയിട്ട് പുതിയത് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയാണ്. ഇതാവുമ്പോൾ നഖത്തിൽ അവിടെ കിടന്നോളും, കാണാൻ നമുക്കും ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് മൈലാഞ്ചി ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ടിയാലും മൈലാഞ്ചി ഉണ്ടാക്കുന്നതും ഒക്കെ. കുറച്ചധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതുണ്ടാക്കിയ ദിവസം അടുക്കളയിൽ പിന്നെ ആ മണം തന്നെയായിരിക്കും, ഈ കരിഞ്ഞ മണം. ചായപ്പൊടിയും ജീരകവും ഒക്കെ കൂടി കരിഞ്ഞിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും. പക്ഷെ നമ്മളതൊക്കെ സഹിച്ചിട്ട് പിന്നെ അടുത്ത എന്താ പറയുക, ഈ പറഞ്ഞ പോലെ 6-7 മാസത്തേക്ക് നെയിൽ പോളിഷ് അടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിടുക. ഇപ്പം കറി വയ്ക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൂവിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർക്കും, അല്ലെങ്കിൽ ചേർക്കില്ല. അങ്ങനെയാണ്, നിർബന്ധമൊന്നുമില്ല. ഇന്നിപ്പം കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ചേർത്തു. പിന്നെ വെജിറ്റബിൾസ് വെറുതെ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ട് കൊടുത്തിട്ട്. സാധാരണ ഞാൻ സ്റ്റീം ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇവിടെ എൻ്റെ സ്റ്റീമറില്ല, കാണാനില്ല, എവിടെയാണോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടാണ് വേവിച്ചത്.
രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ ഉറക്കം തെളിഞ്ഞ് എഴുന്നേൽക്കാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എനിക്ക് മനസ്സിൽ ഞാനിപ്പം തോന്നുന്നത് എന്താ അറിയോ, നല്ല ഭക്ഷണം രാവിലെ കഴിക്കുന്ന കാര്യം ഓർക്കുമ്പം ചാടി എണീറ്റ് വരാൻ തോന്നും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് പണ്ടൊക്കെ എന്താ എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കണമെന്നും എനിക്ക് ഇഷ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ തള്ളുക എന്ന് പറയില്ലേ, അതല്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഉണ്ടാക്കുന്ന പോലെ സാമ്പാർ ഞാൻ വേറെ ഒരിടത്തും കഴിച്ചിട്ടില്ല. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാവും. നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണത്തിൻ്റെ രുചി നമുക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും എന്തോ. അപ്പം അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് അപ്പാണല്ലോ. അപ്പം ആദ്യമൊക്കെ റാഗി വെച്ചിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ വലിയ സ്വാദൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ രുചി തോന്നിയിരുന്നത് മാറ്റാനായിട്ട് ചെയ്തിരുന്നൊരു മാർഗം എന്താ വെച്ചാൽ നിറയെ കറി ഒഴിച്ച് ഇങ്ങനെ ചള്ളി വെളിയാക്കും. അപ്പോൾ ഭയങ്കര സ്വാദാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറി ആവുമ്പോൾ പറയും വേണ്ട. അതിങ്ങനെ കുതിർത്തിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് ഇത് കഴിക്കാലോ എന്ന് അവർത്തിട്ടാണ് ചാടി എഴുന്നേറ്റ് വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കാറുണ്ടോ? ഞാനൊരു ഭക്ഷണ പ്രേമിയാണ്. എന്നാൽ ഒരുപാട് ഭക്ഷണം അങ്ങനെ കഴിക്കണ കൂട്ടത്തിലല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഒരുവിധം എന്താ പറയുക, കൺട്രോളായിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും കഴിക്കാറില്ല. പക്ഷേ എനിക്ക് ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണം നല്ല രുചിയോടുകൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം അതാ റാഗി കൊണ്ടുള്ള അപ്പം ഞാൻ അപ്പുറത്ത് വേഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കുറച്ച് വളരെ സെക്കൻഡുകളുടെ പരിപാടിയുള്ളൂ, വേഗം ആവുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഒരു കറുത്ത പാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ, പൊള്ളിയതാണ്. കുക്കറിൻ്റെ മുകളിൽ കൈ അറിയാതെ കൊണ്ട് പൊള്ളിയതാണ്. ഇപ്പം അടുത്ത് പൊള്ളലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധക്കുറവാണ്. നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊള്ളും, അറിയാണ്ടൊക്കെ കൈ തട്ടും പൊള്ളും. അപ്പം അങ്ങനെ പറ്റിയതാണ്. അപ്പം ഞാൻ ഉണ്ണിക്കും അച്ചുവിനും എടുത്തു കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് ഞാൻ കഴിക്കണേ. അവർ രണ്ടുപേരും കഴിക്കണതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒളിച്ചും പാത്തിട്ടൊക്കെയാണ് നമ്മൾ ഈ CC ക്യാമറയൊക്കെ വെച്ചെടുക്കണ പോലെ അതിലൊക്കെ പെടില്ലേ, അതേപോലെ അവരുടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ അതേ പരിപാടിയാണ്. നിറയെ കറി ഒഴിച്ചിട്ട് കുതിർത്തിയിട്ടാണ് ഞാൻ കഴിക്കണേ കേട്ടോ. ഭയങ്കര സ്വാദാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇപ്പോൾ റാഗിയുടെ ആ രുചിയൊക്കെ മാറും. ശരിക്കും നല്ല തേങ്ങാപ്പാലിൻ്റെ മാത്രം സ്വാദാണ് നമുക്ക് എടുക്കുക. നമ്മുടെ പൂച്ചക്കുട്ടികൾക്കുള്ള ഗ്രേവി ഫുഡ് കൊടുത്തു കേട്ടോ. അവർക്ക് എന്താ പറയുക, ഇവർ ഈ ഡ്രൈ ഫുഡാണ് ഇവർക്ക് ചില പൂച്ചകൾക്ക് ഇഷ്ടം. ചിലവർക്ക് അമ്മ പൂച്ചയ്ക്ക് എന്തായാലും കുഴപ്പമില്ല, അവളൊക്കെ കഴിക്കും കേട്ടോ. പക്ഷെ മക്കളിൽ ചിലവർക്ക് ഡ്രൈ ഫുഡാണ് ഇഷ്ടം. പക്ഷെ ഞാൻ അവരെ തന്നെ കഴിപ്പിക്കും, വേറെ കൊടുക്കില്ല. അപ്പോൾ അവരിത് കഴിച്ചോളും. അച്ചു ഉച്ചയ്ക്ക് പുറത്തുനിന്ന് അമ്പലത്തിൽ നിന്നാണ് ഊണ് കഴിക്കണേന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. തിരിച്ചു വരുമ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റ് നോക്കാം, മധുരെല്ലാം നിർത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഞാൻ പായസം കണ്ടപ്പോൾ എനിക്ക് കണ്ടോളൂ. എനിക്ക് അമ്പലത്തിലെ പായസം ഭയങ്കര ഇഷ്ടമാണ്. അധികം മധുരം ഉണ്ടാവില്ലല്ലോ അമ്പലത്തിലെ പായസം, പാൽപ്പായസം. പക്ഷെ എന്തോ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അച്ചു അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ആദ്യം അവന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ അവനും കൂടി വേണം പറഞ്ഞപ്പോൾ അതിന്ന് അവനും കൂടെ ഒരു 3/4 ഗ്ലാസ് അവനും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഉണ്ണി അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനും കൊണ്ടെടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്താ പറയുക, പായസം ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സ്വാദുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ പായസമാണ് ഇതിന് മുന്നേ ഇപ്പം ഞാൻ കഴിച്ചത്. ഞാൻ അന്ന് അമ്മയായിട്ട് പോയപ്പോൾ. അതിന് ശേഷം ഞാൻ പായസം കഴിച്ചില്ല, അമ്പലത്തിലെ പായസം കഴിച്ചില്ല കേട്ടോ. വിഷുവിൻ്റെ അന്ന് കഴിച്ചു. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ളത് വെള്ളത്തിലിടുകയാണ് കേട്ടോ. ഞാൻ ഈ ഉഴുന്നും അരിയെല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് കുതിർത്തി വയ്ക്കുക. അങ്ങനെ തന്നെയാണ് അരയ്ക്കുകയും ചെയ്യുക കേട്ടോ.
ഒരുപാട് പേര് പറയാറുണ്ട് ഉഴുന്ന് മാറ്റി ഇടണം എന്ന്. പക്ഷെ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ല. സമയമല്ല, എനിക്ക് മടിയാണ്. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുതിർത്ത് വെക്കും. എന്നിട്ട് അങ്ങനെ തന്നെ അരച്ച് വെക്കും. രാത്രി തന്നെ ഉപ്പിട്ട് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കുതിർത്തി കഴുകിയിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ പായസമൊക്കെ കുടിച്ചോണ്ട് തന്നെ എനിക്കിനി ചോറ് ഉണ്ണണോ വേണ്ടേ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. ചോറ് നേരത്തെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചു പുറത്തുനിന്ന് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയോണ്ട് തന്നെ കറി എന്താ വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ വേണ്ടാന്നുള്ള തീരുമാനത്തിലെത്തി. ഞാനും ഉണ്ണി അങ്ങനെ കറി കൂട്ടിയാൽ മാത്രമേ ചോറുണ്ണൂ എന്നുള്ള ആൾക്കാരല്ല. ഞങ്ങൾക്ക് അങ്ങനെ കറി നിർബന്ധമില്ല. എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും മതി. ഉണ്ണിക്കാണെന്ന് വെച്ചാൽ സോയയാണ് ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് വെച്ചാൽ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് സോയ തന്നെ തീരുമാനം എടുത്തു അത് മതി എന്നുള്ളത്. പിന്നെ എനിക്ക് തീരെ വിശക്കുണ്ടായിരുന്നില്ല പായസം കുടിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഒരു സാലഡും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്തിരി ചോറ് ഇത്തിരി സാലഡ്, മുഴുവനായിട്ട് ചോറ് ഉപേക്ഷിച്ചിട്ട് എന്താ പറയുക തടി കുറയ്ക്കാന്ന് വെച്ചാൽ അതെനിക്ക് നടക്കണ കാര്യമല്ല. ചോറെന്ന് വെച്ചാൽ എനിക്ക് സ്വർഗ്ഗമാണ്. ചോറ് ഇനി തരിയെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും എനിക്ക് എൻ്റെ വയറ്റിൽ പോയില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. അത് അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ചിട്ട് എടുക്കുന്ന അളവ് വളരെയധികം കുറച്ചിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള സോയ ഒരു 1.5 കപ്പ് സോയ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് കുതിരാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം ഇന്ന് സോയ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ആണ് കേട്ടോ റോസ്റ്റ്. നമ്മൾ ബുർജി ഉണ്ടാക്കില്ലേ അതേപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ സോയ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ടായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ അമ്മേൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ വീണ്ടും ഇരുന്ന് കാണാറുണ്ട്. അതിനിടയ്ക്ക് അമ്മ വീഡിയോസ് കാണലൊക്കെ നിർത്തിയതായിരുന്നു കേട്ടോ. പൊന്നും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് നേരം കിട്ടാറില്ല. അപ്പോൾ പകല് കുട്ടിയെ നോക്കലും രാത്രി ഒക്കെ കഴിഞ്ഞ് അമ്മ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും. അപ്പോൾ അമ്മയ്ക്ക് നേരം കിട്ടിയിരുന്നില്ല. അപ്പോൾ പൊന്നോടില്ല കേട്ടോ, സ്കൂൾ പൂട്ടിയല്ലോ. അപ്പോൾ അവളവിടെ ഇല്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് നേരം ഉണ്ട്, അമ്മേൻ്റെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ അന്ന് സോയ റോസ്റ്റിൻ്റെ കണ്ടപ്പോൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ തോന്നി എന്ന് പറഞ്ഞു കേട്ടോ. അതുണ്ടാക്കി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് ആര് എൻ്റെ ഫുഡ് നന്നായി എന്ന് പറയണേക്കാട്ടിലും സന്തോഷമാണ് അമ്മ നന്നായി എന്ന് പറയുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എപ്പോഴും മനസ്സിലായിരിക്കും. എൻ്റെ ഭക്ഷണത്തിൻ്റെ അത്ര എനിക്ക് വേറെ ആരുടെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ആ കാര്യത്തിൽ അമ്മയുടെ മാത്രമല്ല കേട്ടോ. അമ്മയുടെ ചോറ് അമ്മഞ്ഞിപ്പം വെറുതെ ഒരു മലൂഷ്യം, അതായത് മലൂഷ്യം എന്ന് വെച്ചാൽ അറിയാലോ, വെറുതെ പരിപ്പും കുമ്പളങ്ങി ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്, വേറെ ഒന്നും അതിൽ ചേർക്കില്ല. പക്ഷെ അതാണെങ്കിൽ തന്നെ അത് കഴിക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. വീട്ടിൽ മിക്കവാറും കടുമാങ്ങ അച്ചാറുണ്ടാവും, എന്നും ഉണ്ടാവും കേട്ടോ. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങളതൊക്കെ കൂട്ടി ചോറൂണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലൊക്കെ പോകുമ്പോൾ കടലക്കറിയും ഗ്രീൻ പീസ് കറിയും മുട്ടക്കറിയൊക്കെയാണ് അമ്മ ഉണ്ടാക്കി തരിക. ഇപ്പോഴും അങ്ങനത്തെ ഒക്കെ കൂട്ടി ചോറൂണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗ്രീൻ പീസ് കറി, അമ്മയുടെ ഗ്രീൻ പീസ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗ്രീൻ പീസ് കറി വയ്ക്കുമ്പോൾ ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടാണ് ഉണ്ടാക്കുക. അമ്മ അങ്ങനെ ഇട്ട് വേവിക്കില്ല കേട്ടോ. അപ്പോൾ ആ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ. അപ്പോൾ അങ്ങനെ നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മ നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അമ്മ അങ്ങനെ എളുപ്പത്തിലൊന്നും ആർക്കും മാർക്ക് കൊടുക്കണ ആളല്ല. ഇപ്പം എൻ്റെ പോലെ തന്നെയാണ്. രുചിയുടെ കാര്യം, കാണാനുള്ള ഭംഗി, ഇതൊക്കെ ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ എഗ് ബുർജി പനീർ ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സോയ നന്നായിട്ട് പൊടിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറിക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് കഴിക്കാം. നന്നായിട്ട് വേവിച്ചിട്ടും ഉണ്ട് കേട്ടോ ഇത്.
അത് നല്ല പൊടിയാക്കിയിട്ടുണ്ട്, നന്നായി വേവിച്ചിട്ടുണ്ട്. ഒരുപാട് മസാല ചേർത്തിട്ടില്ല, പാകത്തിനുള്ള മസാല മാത്രമേ ഉള്ളൂ.